മഴ തോരും മുമ്പിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്കുട്ടീനെ മാമച്ചാനെയും ഗ്രേസമ്മനെയൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഷെറിൻ ചേച്ചി പ്രസവിച്ചു, നാണക്കേട് കാരണം കൊട്ടാരം മറ്റത്തുകാര് മൈസൂര് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടാണ് പ്രസവം നോക്കിയത് എന്നൊക്കെ പറയും. ഇതൊക്കെ നിനക്കൊക്കെ എങ്ങനെ അറിയാമെന്നറിയാം, അതൊക്കെ അറിയാമെന്നും പറയുന്നുണ്ട്. എന്തായാലും കുറച്ചൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ടാണ് രേവതിക്കുട്ടി പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഇത്തിരി കുടിച്ചിട്ടൊക്കെ ഉണ്ട്, തോക്കൊക്കെ പിടിച്ച് നമ്മുടെ സഹോദരനെ, അതായത് ഗോവർദ്ധനെ വിളിച്ചിട്ട് പറയുന്നത് കടകൾ മൂന്നും ഒരാഴ്ചയ്ക്ക് അടച്ചിടണം എന്ന് പറയുന്ന ബാലചന്ദ്രൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. അയാൾ ഇങ്ങനെ ആകന്തം വിട്ട് നിൽക്കുന്നുണ്ട്, എന്താണ് അളിയൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ. എന്തായാലും അടച്ചിടണമെന്ന് പറഞ്ഞാൽ അടച്ചിടണം തന്നെ പറയുന്നത്. പിന്നീട് മുത്തശ്ശേരി എടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് അലീന അങ്ങനെ പൊട്ടിത്തെറിക്കിന് പറയുന്നു, മുൻപ് കൃഷ്ണമോൾ എനിക്ക് കൂട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കൃഷ്ണമോളും എനിക്ക് കൂട്ടില്ല, എല്ലാവരും മഞ്ഞിൽ നിന്ന് അകന്ന് നിൽക്കണ്, എല്ലാവരും എന്നെ ശത്രുവിനെ പോലെ എന്നെ കാണുന്നത്, എനിക്കറിയാം പറയും. മുത്തശ്ശിക്കറിയാം ചില വേണ്ടാതിനങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്, എനിക്കും അറിയാം ചില ഉള്ളുവിളികളൊക്കെ എന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശി ആകെ വിഷമിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അലീനയോട് സത്യങ്ങൾ പറയണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. പിന്നീട് വൈജയന്തിനെയാണ് കാണിക്കുന്നത്. ആകെ നിരാശയായ വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതും പിന്നീട് കോണിപ്പടിയുമ്മൽ ഇരുന്ന് തല ചാച്ചും കഴിഞ്ഞിട്ട് തളർന്നിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.